ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപായി ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളും 2026 വർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് നൽകുന്ന പൊതുവായ ഊർജ്ജവും മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ജ്യോതിഷ ശാസ്ത്രത്തിലെ 14ാമത്തെ നക്ഷത്രമായ ചിത്തിര അതിന്റെ തിളക്കം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും നക്ഷത്രങ്ങളിലെ മുത്തെന്നാണ് അറിയപ്പെടുന്നത്. 2026 ഏപ്രിൽ മാസത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് വലിയ മാറ്റങ്ങളുടെയും ആത്മപരിശോധനയുടെയും ഒരു കാലഘട്ടമാണ്. ചിത്ര നക്ഷത്രം ചൊവ്വയുടെ ആധിപത്യത്തിന് കീഴിൽ വരുന്ന നക്ഷത്രമാണ്. പ്രപഞ്ചത്തിന്റെ ശില്പിയായ വിശ്വകർമാവാണ് ഇതിന്റെ ദേവത. അതിനാൽ തന്നെ പുതിയവ നിർമ്മിക്കാനും ഉള്ളതിനെ മിനുക്കിയെടുക്കാനും ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം പ്രായോഗിക ബുദ്ധിയും അതേസമയം തന്നെ കലാപരമായ ഔന്നത്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ ബിന്ദുവാണ്. 2026 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ ഈ രണ്ട് ഭാവങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഏപ്രിൽ മാസം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസമല്ല, അത് പുത്തൻ പ്രതീക്ഷകളുടെ വിഷുക്കാലമാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ വേളയിൽ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ പുനർജനിക്കുന്നു. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മാസം അവരുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വഴിയൊരുക്കും. കഴിഞ്ഞ കുറച്ചു മാസമായി അനുഭവിച്ചിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരു അറുതി വരാൻ പോകുന്ന മാസമാണിത്. ചൊവ്വയുടെ തേജസ്സും വിശ്വകർമാവിന്റെ സർഗാത്മകതയും ഒത്തുചേരുന്ന ഈ മാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ സാധിക്കും. ഈ മാസത്തിന്റെ പ്രത്യേകത എന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ രാശിപരമായ പ്രത്യേകതകൾ അനുസരിച്ച് കന്നിരാശിയിൽ വരുന്ന ആദ്യ പകുതിയിലുള്ളവർക്ക് പ്രായോഗികമായ നേട്ടങ്ങളും തുലാം രാശിയിൽ വരുന്ന രണ്ടാം പകുതിയിലുള്ളവർക്ക് ബന്ധങ്ങളിലെ ഊഷ്മളതയും സാമൂഹികമായ അംഗീകാരവും ലഭിക്കുന്ന കാലമാണ്. ഏപ്രിൽ മാസത്തിലെ ഉഷ്ണക്കാറ്റിനൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആശയങ്ങളുടെയും അവസരങ്ങളുടെയും കുളിർക്കാറ്റും വീശും. 2026 തുടക്കം മുതൽ നിങ്ങൾ അനുഭവിച്ചു വന്ന ചില സാമ്പത്തിക ഞെരുക്കങ്ങൾക്കോ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾക്കോ ഈ മാസം കൃത്യമായ ഒരു പരിഹാരം കാണാൻ സാധിക്കും. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യ ലഹരിയുള്ളവരും വൃത്തിക്കും വെടുപ്പിനും പ്രാധാന്യം നൽകുന്നവരുമാണ്. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെയും സ്വഭാവത്തെയും ഒന്ന് മിനുക്കിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഒരു ശില്പി കല്ലിനെ കൊത്തിമിനുക്കി വിഗ്രഹമാക്കുന്നത് പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കരുത്ത് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ ഏപ്രിൽ മാസം എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ്. തൊഴിൽ രംഗത്തെ മത്സരങ്ങളെ അതിജീവിക്കാനും സാമ്പത്തികമായ അടിത്തറ ഭദ്രമാക്കാനും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാനും ഈ മാസത്തെ ഊർജം നിങ്ങളെ എങ്ങനെ സഹായിക്കും? വിഷു പ്രമാണിച്ചു വരുന്ന ഐശ്വര്യവും ഭാഗ്യവും ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഇരട്ടിക്കാനാണ് സാധ്യത. എന്നാൽ ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ അനാവശ്യമായ മുൻകോപം നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാമെന്ന തിരിച്ചറിവ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ തിളക്കം സമൂഹത്തിന് മുൻപിൽ വെളിവാക്കുന്ന ഒരു കാലമാണിത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കരിയറിലെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചും സാമ്പത്തികമായ അച്ചടക്കത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നതിൽ സംശയമില്ല. ചിത്തിര നക്ഷത്രക്കാരുടെ കരിയറിൽ 2026 ഏപ്രിൽ മാസം വലിയ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കും. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ നിങ്ങൾ സ്വാഭാവികമായും കർമ്മനിരതരായിരിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പുതിയ ജോലി ഓഫറുകൾ തേടി വരാൻ സാധ്യതയുണ്ട്. നിലവിൽ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് മാറ്റത്തിന് പറ്റിയ സമയമാണിത്. പ്രത്യേകിച്ചും സാങ്കേതിക മേഖല, നിർമ്മാണ മേഖല, ഡിസൈനിങ് തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. 10 പേർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ചിത്തിരക്കാർ. ഏപ്രിൽ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് എന്നിവയ്ക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂല സാഹചര്യങ്ങൾ തെളിയും. ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. വിദേശ ബന്ധങ്ങളുള്ള ബിസിനസ്സുകളിൽ നിന്ന് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തെ ബാധിച്ചേക്കാം. ഞാൻ പറയുന്നതാണ് ശരിയെന്ന വാശി ഒഴിവാക്കുന്നത് ജോലിസ്ഥലത്തെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതം ഈ മാസം ലഭിക്കും. ഏപ്രിൽ പകുതിയോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വീട് അറ്റകുറ്റപ്പണികൾക്കോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാനോ വലിയൊരു തുക ചെലവായേക്കാം. വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ആഡംബര ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പണം ചെലവാക്കുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. പഴയ കടങ്ങൾ തീർക്കാൻ ഈ മാസം സാധിക്കും. പുതിയ ലോണുകൾക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ ലഭിക്കുമെങ്കിലും തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കുകൂട്ടണം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. ലോട്ടറി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ മിതമായ ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ വിഷുക്കാലത്തോടെ മാറും. ദമ്പതികൾ തമ്മിൽ ആഴത്തിലുള്ള ആശയവിനിമയം സാധ്യമാകും.
കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും. എന്നാൽ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടലുകൾ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാതെ നോക്കണം. അവിവാഹിതരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ വീട്ടിൽ തുടങ്ങാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ സമാധാനമുണ്ടാകും. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായോ മറ്റോ ഉണ്ടായിരുന്ന തർക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും വിനോദയാത്രകൾ പോകാനും അവസരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. കഠിനമായ വെയിൽ കാരണം നിർജ്ജലീകരണം, ചൂടുകുരു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണുകൾക്കും പല്ലുകൾക്കും ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായി വൈദ്യപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ഉത്കണ്ഠ ചിത്ര നക്ഷത്രക്കാരുടെ സ്വഭാവമാണ്. പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ള ആദി ഈ മാസം നിങ്ങളെ അലട്ടിയേക്കാം. ധ്യാനവും പ്രാണായാമവും ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ചൊവ്വയുടെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരാം. ഇത് നിയന്ത്രിക്കേണ്ടതുണ്ട്. 2026 വിഷു ചിത്തിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായിരിക്കും. വിഷുക്കണി കാണുന്നതിനും കൈനീട്ടം സ്വീകരിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വിഷു കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. വിഷുബലം അനുസരിച്ച് അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ആവശ്യമായ അടിത്തറ ഈ ഏപ്രിൽ മാസത്തിൽ ഇടാൻ സാധിക്കും. കാർഷിക രംഗത്ത് താല്പര്യമുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം മികച്ച വിളവെടുപ്പിനും പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാനും അവസരം നൽകും. നിങ്ങളുടെ മൂർച്ചയുള്ള സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ നയപരമായ സമീപനം സ്വീകരിക്കുക. രാത്രികാല യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുക. സാമ്പത്തിക ഇടപാടുകളിലോ വസ്തു ഇടപാടുകളിലോ കൃത്യമായ രേഖകളില്ലാതെ പണം കൈമാറരുത്. വിശ്വാസവഞ്ചനയ്ക്ക് ചെറിയ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ശനിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പായസ വഴിപാട് നടത്തുന്നത് മാനസിക സമാധാനത്തിന് നല്ലതാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ചൊവ്വയുടെ പ്രീതിക്ക് കാരണമാകും. ഈ മാസം ചുവപ്പ്, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. 2026 ഏപ്രിൽ മാസം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും തിളങ്ങാൻ ലഭിക്കുന്ന സുവർണ അവസരമാണ്. ചെറിയ തടസ്സങ്ങളെ ധൈര്യത്തോടെ നേരിടാനും നിങ്ങളുടെ ശില്പചാതുരിയോടെ ജീവിതത്തെ വാർത്തെടുക്കാനും ഈ മാസം സാധിക്കും. ചിത്തിര നക്ഷത്രം എന്നത് ഒരു അത്ഭുതമാണ്. അതൊരു കല്ലിനെ വജ്രമാക്കി മാറ്റുന്ന പ്രക്രിയ പോലെയാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പലതവണ 0 മുതൽ തുടങ്ങേണ്ടി വന്നേക്കാം. എന്നാൽ ഓരോ തവണയും അവർ കൂടുതൽ തിളക്കത്തോട് തിരിച്ചു വരും. സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അഹങ്കാരം വെടിഞ്ഞ് കർമ്മരംഗത്ത് ഉറച്ചു നിന്നാൽ ചിത്തിര നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. വിഷുവിന്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. അനാവശ്യമായ ദേഷ്യം വെടിഞ്ഞ് പ്രായോഗികമായി ചിന്തിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഈ ബലങ്ങൾ പൊതുവായ ജ്യോതിഷ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തികളുടെ ജനന സമയത്തെ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം.